നസ്കർ പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ CPIM കൈകൊട്ടിച്ചിരിക്കുകയായിരുന്നു. CPMൻ്റെ മേൽ ഒരു കാർമേഘം പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന ആ മോഷണ കുറ്റത്തിന് ഒരല്പം ഇളവുണ്ടാകും. തന്ത്രിയായിരുന്നു മോഷണത്തിൻ്റെ മേൽനോട്ടക്കാരൻ, പിന്നെ പാർട്ടിയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നായിരുന്നു CPMൻ്റെ ക്യാപ്സ്യൂൾ. അവർ ആ ക്യാപ്സ്യൂൾ മാറി മാറി പരീക്ഷിച്ചു. തന്ത്രിയെ പിന്തുണയ്ക്കാൻ UDFനോ BJPക്കോ പോലും ആശങ്കപ്പെടേണ്ടി വന്നു. 1-2 പേർ പിന്തുണച്ചതൊഴിച്ചാൽ BJPക്കാർ പോലും തന്ത്രിക്ക് വേണ്ടി രംഗത്ത് വന്നില്ല. എന്നാൽ BJPയും കോൺഗ്രസും ബോധപൂർവം ഇക്കാര്യത്തിൽ നിശബ്ദത പാലിച്ച് കാത്തിരുന്നു. ഒടുവിൽ വിചാരണ കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്? എന്തു കുറ്റമാണ് തന്ത്രി ചെയ്തത്? തെളിവിൻ്റെ ഒരു കീറക്കടലാസ് പോലും നിങ്ങൾക്കില്ലല്ലോ എന്ന്. ഇതോടുകൂടി അതുവരെ നിശബ്ദത പാലിച്ച BJPയും കോൺഗ്രസും മത്സരബുദ്ധിയോടെ രംഗത്ത് വന്നു. കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലുമൊക്കെ തന്ത്രിയെ CPIM കുരുക്കി എന്ന നിലപാട് ആവർത്തിച്ചു. ഇന്ന് നിയമസഭാ സമ്മേളനത്തിലും ഇത് വലിയ വാഗ്വാദത്തിന് കാരണമായി. തന്ത്രിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ CPM നേതാക്കൾക്കും മന്ത്രിമാർക്കും കലിമൂക്കുകയാണ്. MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത് തന്ത്രി പെരുങ്കള്ളനാണെന്നാണ്. നിയമമന്ത്രി P രാജീവ് പറഞ്ഞു തന്ത്രിക്ക് ജാമ്യം കിട്ടിയത് അത്ഭുതകരമാണെന്ന്. എന്ന് വെച്ചാൽ CPM നേതാക്കൾ മത്സരിച്ച് പരിശ്രമിക്കുന്നത് തന്ത്രി കള്ളനാണ് എന്ന് സ്ഥാപിക്കാനാണ്. CPMന് അത് സ്ഥാപിച്ചെടുത്തേ മതിയാവൂ. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്ത്രിയെ കുരുക്കിയതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് CPMൻ്റെ അടിവേരുമാന്തും. വേണ്ടതുപോലെ UDF അധികാരത്തിൽ വന്നാൽ ഇവിടെ മുസ്ലിം പ്രീണനമായിരിക്കും, ലീഗിൻ്റെ ഭരണമായിരിക്കും, ഹിന്ദുക്കൾക്ക് രക്ഷയില്ല എന്നൊക്കെ പ്രചരിപ്പിച്ച് ഹിന്ദു വോട്ടുകൾ പരമാവധി ധ്രുവീകരിച്ചെടുക്കാൻ പിണറായിയും കൂട്ടരും മത്സരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശബരിമല തന്ത്രിയെ CPIM രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി കുരുക്കി 41 ദിവസം ജയിലിലടച്ചു എന്ന യാഥാർത്ഥ്യം വ്യക്തമാവുന്നത്. സാധാരണ ഇത്തരം വിഷയങ്ങളിൽ CPMനെതിരെ നിലപാടെടുക്കുന്നവർ പോലും ഇക്കാര്യത്തിൽ തന്ത്രിയെ തള്ളിപ്പറഞ്ഞത് ഈ ആഘാതത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നു. തന്ത്രിക്ക് അനുകൂലമായി ആരും പ്രതികരിക്കാതിരിക്കാൻ ശക്തമായ നീക്കമാണ് നടക്കുന്നത്. മധു മണിമല എന്നു പേരുള്ള ഒരു ഹിന്ദു പ്രവർത്തകൻ, അദ്ദേഹത്തിന് ശബരിമല വിഷയത്തിൽ ആധികാരികമായ അറിവുണ്ട്. അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ തന്ത്രിക്കെതിരെ പരസ്യമായും രഹസ്യമായും രംഗത്തിറങ്ങുന്നതാണ് CPMന് ആകെയുള്ള ബലം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തന്ത്രി കള്ളനാണ് എന്ന CPMൻ്റെ വിവക്ഷ നിലനിർത്താനുള്ള ഓട്ടപ്പാച്ചിലിലാണ് പാർട്ടിയും നേതാക്കളും. എന്നാൽ പതിയെ പതിയെ തന്ത്രി നിരപരാധിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകി വരുന്നു. തെളിവ് എവിടെ എന്ന് കോടതി ചോദിച്ചപ്പോൾ കൈമലർത്തേണ്ടി വരുന്നു അന്വേഷണ സംഘത്തിന്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം വെറുതെ ഇരിക്കുന്നില്ല. തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് വിചാരണ കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുന്നു. 2 സാധ്യതകളാണ് അവർ ശ്രമിക്കുന്നത്. ഒന്ന്, തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോവുക. ആ അപ്പീലിലെ തീരുമാനത്തെക്കുറിച്ച് അവർക്ക് ആശങ്കയുണ്ട്. കാരണം താഴത്തെ കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുമ്പോൾ ആ തീരുമാനത്തിൽ സാങ്കേതികമായ പിശകുണ്ടെന്ന് തെളിയിക്കേണ്ട ബാധ്യത അന്വേഷണ സംഘത്തിനുണ്ട്. അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ തെളിവില്ല എന്ന് മാത്രമല്ല, അവർ പറയുന്നത് ജാമ്യം പരിഗണിക്കുമ്പോൾ ഈ തെളിവൊന്നും ആവശ്യമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ശബരിമല മോഷണ കേസിൽ ഇപ്പോൾ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ സമീപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ സർക്കാരും SITയും പരിഗണിക്കുന്നത്. ദേവസ്വം ബെഞ്ച് SITയെ അവിശ്വസിക്കേണ്ടതില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത്തരമൊരു സാധ്യതയുണ്ടോ എന്ന് അവർ നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും തന്ത്രിയെ കുരുക്കിയേ മതിയാവും. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്ത്രി നീതിമാനാണ് എന്ന ഒരു ചർച്ച ഉണ്ടാവരുതേ എന്ന് CPMനും സർക്കാരിനും വാശിയാണ്. തന്ത്രിക്ക് രക്തസാക്ഷി പരിവേഷം കിട്ടിയാൽ അത് CPMന് വലിയ തിരിച്ചടിയാവുമെന്നും കഷ്ടപ്പെട്ട് ധ്രുവീകരിക്കാൻ ശ്രമിക്കുന്ന ഹിന്ദു വോട്ടുകൾ കൂടുതൽ നഷ്ടപ്പെടുമെന്നും അവർ ആശങ്കപ്പെടുന്നു. ഇതേസമയം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ തന്ത്രിയുടെ അവസ്ഥ അതിദയനീയമാണ്. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതൊക്കെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിൽ തന്ത്രി തീരെ വ്യാകുലനാണ് എന്ന് തന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു. തന്ത്രിയുടെ ആരോഗ്യനില വഷളാണ്. തന്ത്രിക്ക് ജയിലിൽ നിന്ന് ചികിത്സ കിട്ടിയെങ്കിലും ആവശ്യത്തിന് ചികിത്സ കിട്ടിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. തന്ത്രി ആശുപത്രിയിലാക്കി ചികിത്സ പൂർത്തിയാകുന്നതിന് മുൻപ് തിരിച്ച് ജയിലിലടയ്ക്കാൻ ഗൂഢാലോചന നടന്നു. അതീവ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് തന്ത്രിക്ക് വീണ്ടും ജയിലിലേക്ക് പോവേണ്ടി വന്നു. തന്ത്രിയുടെ ഭക്ഷണ രീതി അടിമുടി പാളി. വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന തന്ത്രിക്ക് ബ്രെഡും ജാമും കഴിച്ച് ജീവിക്കേണ്ടി വന്നു.
ജയിലിലെ സാഹചര്യം തന്ത്രിയുടെ ശാരീരികാരോഗ്യത്തെയും താൻ ഇതുവരെ ശേഖരിച്ച സൽപ്പേര് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന വിചാരം മാനസികാരോഗ്യത്തെയും ഗുരുതരമായി ബാധിച്ചു. 500ഓളം ക്ഷേത്രങ്ങളുടെ തന്ത്രിയായ ഖണ്ഡരര് രാജീവർക്ക് ദക്ഷിണ ഇനത്തിൽ പോലും ലക്ഷങ്ങൾ വരുമാനമുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കൃത്യമായ അക്കൗണ്ടിംഗ് നടന്നിട്ടില്ല എന്നത് മാത്രമാണ് തന്ത്രിയുടെ ഭാഗത്തുള്ള പിഴവ്. തന്ത്രിയുടെ മേൽ ചുമത്താൻ ഒരു കുറ്റവുമില്ലാത്തതുകൊണ്ട് കൊടിമര കേസിൽ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വാജിവാഹനം നിയമപരമായി തന്നെ തന്ത്രിക്ക് കൈമാറിയിട്ടും അന്ന് ഭരിച്ചിരുന്ന ഇടതംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചത് കൈമാറിയിട്ടും അത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ ഗൂഢാലോചനയ്ക്ക് ഇരയായ തന്ത്രി അതീവ ദുഃഖിതനാണ്. അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥൻ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ തന്ത്രി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അറസ്റ്റിലാവുമെന്ന്. ശബരിമലയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് ഒരു ചുമതലയും ഇല്ലാതിരുന്നിട്ടും നിയമപരമായി ഒരു തരത്തിലും കുരുങ്ങാൻ സാധ്യതയില്ലാതിരുന്നിട്ടും തന്ത്രിയെ കുരുക്കി എന്നത് തന്ത്രിക്കുണ്ടാക്കിയിരിക്കുന്ന അപമാനവും വേദനയും ചില്ലറയല്ല. ആരോഗ്യനില വഷളാകുന്നു, പ്രമേഹം മെച്ചപ്പെടുന്നില്ല, വീട്ടിൽ താമസിക്കുന്ന സന്ദർശകരെ സ്വീകരിക്കുന്നില്ല, ഒരു ഇരുട്ടുമുറിയിൽ എപ്പോഴും കിടപ്പാണ്, പൂജകൾ പോലും ചെയ്യുന്നില്ല എന്നാണ് തന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. തന്ത്രിക്കോ കുടുംബാംഗങ്ങൾക്കോ കേസുമായി ബന്ധപ്പെട്ട ഒന്നും സംസാരിക്കാൻ അവകാശമില്ല. മാത്രമല്ല ചികിത്സ തേടാൻ പോലും പരിമിതികളുണ്ട്. തന്ത്രിയുടെ ചികിത്സാ രേഖകൾ തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിലാണ്. എന്നാൽ തന്ത്രിക്ക് എന്തെങ്കിലും ചികിത്സ തേടണമെങ്കിൽ പോലീസിന്റെ അനുമതിയോടെ സർക്കാർ ആശുപത്രിയിൽ പോവേണ്ട അവസ്ഥയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തന്ത്രി ഒറ്റപ്പെട്ട് ദുഃഖിതനായി നിരാശനായി കഴിയുന്നു എന്നാണ് തന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ എന്നോട് പറഞ്ഞത്. തന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരാൾ എനിക്കയച്ച ഒരു സന്ദേശം ഇങ്ങനെയാണ്: We all are deeply concerned about Tantri's health and mental state. He is terribly depressed, struggling with a severe diabetic foot due to the harsh jail condition. അദ്ദേഹത്തിന് കടുത്ത പ്രമേഹമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചിരിക്കുന്നു. മാനസികമായും ശാരീരികമായും തകർന്നിരിക്കുന്നു. Despite hospital facilities being available, he faced immense pressure to be discharged prematurely from hospital whenever he required medical help, and it is affected his health badly. ആശുപത്രിയിൽ പോകാൻ അനുമതിയുണ്ടെങ്കിലും ചികിത്സ പൂർത്തിയാകുന്നതിന് മുൻപ് അദ്ദേഹത്തിന് തിരിച്ചു പോവേണ്ട സാഹചര്യമായിരുന്നു ജയിലിലുണ്ടായിരുന്നത്. He is currently unable to visit his hospital due to bail conditions and his medical records are in Believers Hospital, പത്തനംതിട്ടയിൽ ബിലീവേഴ്സ് ആശുപത്രിയിലാണ് അദ്ദേഹത്തിന് ചികിത്സാ രേഖകൾ. അവിടെ പോകാനോ ആശുപത്രി സന്ദർശിക്കാനോ അനുമതിയില്ല. Today was his birthday, but he was laying in bed looking very sad. ജന്മദിനമായിരുന്നു, പക്ഷെ കട്ടിലിൽ അദ്ദേഹം ദുഃഖിതനായി കിടന്നു. Feeling his 66 years of reputation is tarnished by society, media and government despite being innocent. നിരപരാധിയായിരുന്നിട്ടും സർക്കാരും മാധ്യമങ്ങളും അന്വേഷണ സംഘവും അദ്ദേഹത്തിൻ്റെ 66 വർഷത്തെ റെപ്യൂട്ടേഷൻ സൽപ്പേര് ഇല്ലാതാക്കി എന്ന വേദന അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു. He doesn't got any support from any of the corners. ഒരു മൂലയിൽ നിന്നും അദ്ദേഹത്തിന് സഹായം തേടിയെത്തിയില്ല. The society's action have cast a shadow of doubt, impacting his credibility in Shabarimala devotees. ശബരിമല വിശ്വാസികൾക്കിടയിൽ പോലും പുള്ളി കുറ്റക്കാരനായി മാറി. He urgently needs some help to uplift his mental and physical health, but don't know what to do. അദ്ദേഹത്തിൻ്റെ മാനസികവും ശാരീരികവുമായ നില മെച്ചപ്പെടുത്താൻ അത്യാവശ്യ സഹായം ആവശ്യമാണ്. എന്നാൽ എന്താണ് സഹായം എന്ന് നിശ്ചയമില്ല. We are all sad seeing him in this state. ഞങ്ങളെല്ലാവരും ദുഃഖിതരാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാണുന്നത്. He is feeling totally betrayed by society. ശശിധരൻ called him to sign his statement, but when he reached the office, he found out he was getting arrested. അന്വേഷണ സംഘത്താൽ വഞ്ചിക്കപ്പെട്ടതായി അദ്ദേഹത്തിന് തോന്നുന്നു. ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിടാൻ വേണ്ടി വിളിപ്പിച്ചിട്ട് ഞെട്ടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. He is still traumatized by the whole experience. ആ എക്സ്പീരിയൻസ് ഉണ്ടായ ട്രോമയിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. Initially he was so low, he thought of ending his life to the jail itself. It took 15-20 days to come out of the dark mental state. ആദ്യം അദ്ദേഹം മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചു. 15-20 ദിവസം എടുത്തു ഇരുട്ടിൻ്റെ ആ മാനസികാവസ്ഥയിൽ നിന്നും തിരിച്ചു വരാൻ. We are living in a state where justice seems like a far cry. നമ്മൾ ജീവിക്കുന്നത് നീതി വിദൂരത്തുള്ള ഒരു കരച്ചിലിന് തുല്യമായ കാലത്താണ്. CPIM ruled states are showing their true colors, feel like we are in North Korea. CPM ഭരിക്കുന്ന ഈ പാർട്ടി യഥാർത്ഥ മുഖം കാണിക്കുന്നു. ഉത്തര കൊറിയയിലാണ് നമ്മളെന്ന് ചിന്തിക്കേണ്ട സാഹചര്യമാണ്. ആരാണിത് അയച്ചതെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് തന്ത്രിയെ അടുത്തറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ സന്ദേശം അയച്ചതെന്ന്.
ഇതാണ് വാസ്തവത്തിൽ തന്ത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. വിശ്വാസികൾക്കിടയിൽ പോലും പിന്തുണ നഷ്ടപ്പെട്ട വേദനയും ആശങ്കയും തന്ത്രിയെ അലട്ടുന്നുണ്ട്. തന്ത്രിയെ അയ്യപ്പൻ തന്നെ കാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.